ആ സാറേ വരൂ. അവിടെ സാറേ, നിലവിലെ റിപ്പോർട്ട് പ്രകാരം 135 പേർക്ക് ലൂസ് മോഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെ അവസ്ഥ എന്താണ്? കല്യാണ ചെറുക്കൻ ഉൾപ്പെടെ 30 പേർക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഒരാൾ ICUല. താൻ ഹെൽത്തിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാനിങ്ങനെ വാട്ടർ അതോറിറ്റിയിൽ. ആ സാറേ, അവന് കള്ളവാറ്റ. സർ എവിടെ? ഞാൻ ചോദിക്കാം സാറേ, ഇന്നലെ ഏറ്റവും കൂടുതൽ കഴിച്ച കറി ഏതാന്ന് ഓർമ്മയുണ്ടോ? മെഴുക്കുവരട്ടി. ആ, മെഴുക്കുവരട്ടി ഞാനും കഴിച്ച. അപ്പം എൻ്റെ നിഗമനം തന്നെ ശരി സാറേ. എനിക്ക് ഇന്നലെ കിട്ടാണ്ട് പോയത് പാലടയാ. അതിൻ്റെ പേരിലായിരുന്നു ഒച്ചപ്പാടും. എനിക്കാണെങ്കിൽ വയറ്റിൽ നിന്ന് പോവാഞ്ഞിട്ടാ ബുദ്ധിമുട്ട്. കോൺസ്റ്റിറ്റ്യൂഷനാ. കോൺസ്റ്റിപ്പേഷൻ. സാറേ, അതെ, നാട്ടിൽ തൂറ്റില്ലാത്ത എല്ലാ തിണ്ടികളെ അറസ്റ്റ് ചെയ്യണം സാറേ. പിന്നെ നാട്ടിൽ തൂറ്റില്ലാത്തൊരു കണ്ടുപിടിക്കലാണല്ലോ കേരള പോലീസിന്റെ പണി. പാടൂ. എൻ്റെ പൊന്നടാവേ, ഇങ്ങനെ ബലം പിടിച്ചോണ്ട് പറയല്ലേ. ഒരു തവണയും കൂടി ഇളകിയാൽ തൻ്റെ വെടി തീരും. അത് പോളപ്പാ. അയ്യോ, എന്നാ അങ്ങോട്ട് പോവാ. കാണിച്ചോട്ടോ. ഓ, ബോധം വന്നോ? എന്താണ്ടായേ? അരുവി ICUല. പാലടിയും റമ്മും കൂടി ചോരയായിട്ടാ പുറത്ത് വന്നത്. പിന്നെ കല്യാണം മുടങ്ങി. കേസ് നിന്റെ തലയ്ക്ക് നട്ടപ്ര. ഞാനെന്ത് ചെയ്തു? നീ ചെയ്തത് ഞാൻ പറഞ്ഞു തരാടാ. കല്യാണ പെണ്ണായ സുരമ്യ നിന്റെ പ്രപ്പോസൽ നിരസിച്ചതിന്റെ വ്യക്തിവൈരാഗ്യം. പിന്നെ ദഹനക്കാരൻ കൊച്ചാപ്പയായ കുഞ്ഞോനോടുള്ള കുടുംബ വഴക്കിന്റെ മുൻവൈരാഗ്യം. വയറിളക്കാനുള്ള മരുന്ന് നീ പാലടെ ചേർത്ത്. ശരിയല്ലേ സാറേ? ഞാനാണത് ചെയ്തെങ്കിൽ ഞാൻ തന്നെ ആ ഭക്ഷണം എടുത്ത് കഴിച്ച് വെറുതെ ഇവിടെ ഒന്ന് കിടക്കുമോ? ഒരു മിനിമം ലോജിക്ക് വേണ്ട സാറേ? സാറേ, അതിപ്പോ ഇവന് വയറിളക്കാൻ അഭിനയിക്കാലോ. നീ കക്കൂസിലോട്ട് പാടാ, ഞാൻ കാണിച്ചു തരാം ഇളകിയാണോ മുറുകയാണോ പോകുന്നതെന്ന്. ഡാ, കിടന്ന് തുള്ളല്ലേ. എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നീ സ്റ്റേഷനിലേക്ക് വാ കേട്ടാ. അത് മതി.